ഹലോ ഫ്രണ്ട്സ്, ഫോസ്റ്റർ കേരളയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന ഒരു പ്രധാന കാര്യമാണ് നമ്മുടെ ഫൗണ്ടേഷനിൽ ഉണ്ടാകുന്ന പൊട്ടലുകളും അതുപോലെ തന്നെ ഫൗണ്ടേഷനുകളിൽ താന്നു പോകുന്ന ഒരു സ്വഭാവം. എന്താണ് പ്രധാനമായിട്ട് ഇത് ഉണ്ടാകാൻ കാരണം എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് ഇതിന്റെ കാര്യമായിട്ട് വരുന്നത് നമ്മുടെ വീട് വെക്കുന്നതിന് മുമ്പ് നമ്മുടെ പുരയിടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്ത് നിൽക്കുന്ന മരങ്ങൾ നമ്മൾ വെട്ടുകയും അതിന്റെ വേരും കാര്യങ്ങളും ഒക്കെ നമ്മൾ JCB ഉപയോഗിച്ച് നമ്മൾ പറിച്ചു മാറ്റുകയൊക്കെ ചെയ്യും. ഈ പറിച്ചു മാറ്റുന്ന സമയത്ത് നമ്മൾ അതിന്റെ ചുറ്റുമുള്ള മണ്ണ് ഇളക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ഇത് നമ്മുടെ പുരയിടം വൃത്തിയായി കിടക്കാൻ വേണ്ടി ഈ കുഴി നമ്മളങ്ങ് മൂടുകയും ചെയ്യും. ഇത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയൊരു മണ്ടത്തരമായിട്ട് ഞാൻ പറയുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുഴിയുടെ ആഴം ഒരു എഞ്ചിനീയർക്കോ ഒരു കോൺട്രാക്ടർക്കോ മനസ്സിലാക്കാനുള്ള യാതൊരു ഐഡിയയും നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു എഞ്ചിനീയറെ കാണിക്കുന്നതിന് മുമ്പ് ഈ കുഴി അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. കുഴി മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് ആ കുഴിയുടെ ആഴം എത്രയുണ്ടെന്ന് നോക്കിയിട്ട് അതിനകത്ത് നിന്ന് അല്ലെങ്കിൽ അതിന്റെ ഏത് ലെയറിൽ നിന്ന് വേണം ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ഒരു മരം വെട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അതിന്റെ വേര് പറിച്ചെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, ആ കുഴി എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ നിലനിർത്തണം. കാര്യം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഫൗണ്ടേഷന്റെ ഒരു പെർഫെക്ഷൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ എഞ്ചിനീയറെയോ കോൺട്രാക്ടറെയോ പണിക്കാരെയോ ഒന്നും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പ്രധാന കാര്യം അവർക്ക് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. ഇത്ര ആഴം വരെ ഉണ്ടായിരുന്നു എന്നൊന്നും നമുക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ സംഭവിക്കുന്നത് കൊണ്ടാണ് കൂടുതലും സ്ഥലങ്ങളിൽ ഇതുപോലുള്ള വീട് വെക്കുന്ന സമയങ്ങളിൽ ഈ പറയുന്ന ഫൗണ്ടേഷൻ താന്നു പോവുക അല്ലെങ്കിൽ ഫൗണ്ടേഷനിൽ പൊട്ടൽ ഉണ്ടാകുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കണ്ടുവരുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളൊരു ഫൗണ്ടേഷൻ കുഴിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സമയത്തല്ല നിങ്ങൾ ഈ പറയുന്ന മരം വെട്ടുന്നതെങ്കിൽ, നിങ്ങൾ വീട് പണിയാൻ അവിടെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കുഴി അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. കുറച്ച് നാൾ കൊണ്ട് ഈ കുഴിക്കകത്തേക്ക് മഴ പെയ്താണ് ഇടിഞ്ഞിരുന്നതെങ്കിൽ ഇതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അല്ലാത്ത കണ്ടീഷനിൽ നമ്മൾ വെറുതെ JCB കൊണ്ട് തന്നെ തട്ടി മൂടി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വരുന്ന എല്ലാ മണ്ണും നല്ല ഇളക്കത്തോടു കൂടിയായിരിക്കും ഇരിക്കുന്നത്. ആ സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ മുകളിൽ കൊണ്ടുവന്ന് ഫൗണ്ടേഷൻ പണിത് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ മണ്ണ് ഉറയ്ക്കാൻ വേണ്ടി താഴും, അതിന്റെ ഡെപ്ത് കുറയും, അല്ലെങ്കിൽ അതിന്റെ തിക്നെസ് തിക്കായിട്ടിരിക്കുന്ന സ്വഭാവം മാറിയിട്ട് അത് കുറച്ച് ലൂസ് ഓയിലായി പോകും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ശരിക്കും ഫൗണ്ടേഷൻ എങ്ങും പിടുത്തമില്ലാതെ വരികയും അത് മണ്ണിനടിയിലോട്ട് താന്നു പോവുകയും ചെയ്യും. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു വീട് പണിയുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പുരയിടം വൃത്തിയാക്കുകയോ പുരയിടം ഒരുക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് ഫൗണ്ടേഷൻ പണിയുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ തന്നെ അതിന് കാരണമാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വൃത്തിയായി നമ്മൾ ചെയ്യുക. അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ എഞ്ചിനീയർക്കോ അല്ലെങ്കിൽ കോൺട്രാക്ടർക്കോ മനസ്സിലാകത്തക്ക വിധത്തിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതൊക്കെ ഒരു പ്രധാന കാര്യമാണ്. അപ്പൊ ഇങ്ങനൊരു നമ്മളുടെ വീട് വെക്കുന്നതിന് മുമ്പുള്ള കാര്യമായതുകൊണ്ട് തന്നെ നമ്മൾ പറയും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയർക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണെന്നൊക്കെ. അങ്ങനെയല്ല. കുളം മൂടുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ കുളം മൂടിയിട്ടുണ്ടോ എന്നുള്ളത് എഞ്ചിനീയർക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ ചിലപ്പോൾ മണ്ണിട്ടായിരിക്കും കുളം മൂടിയിട്ടുണ്ടാകുക. അപ്പൊ ഈ മണ്ണിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് എഞ്ചിനീയർക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ഇല്ലെങ്കിൽ പുരയിടത്തിന്റെ എല്ലാ സ്ഥലവും നമുക്ക് കുഴിച്ചു നോക്കുക എന്ന് പറയുന്നതൊന്നും എളുപ്പമുള്ള കാര്യം അല്ലാത്തത് കൊണ്ട് തന്നെ എഞ്ചിനീയറോട് പറയുക ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ കുളം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയും നമുക്ക് കുഴിച്ചിട്ട് അതിന്റെ ലെവൽ എവിടം വരെയാന്ന് നോക്കിയിട്ട് അവിടെ നമുക്ക് ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറയും. അത് നമുക്ക് ചിലപ്പോൾ ചിലവ് ഒരു സ്വല്പം കൂടുമെങ്കിൽ പോലും നമ്മൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നീട് നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടീഷനിൽ നമുക്ക് യാതൊരു കാരണവശാലും ഒരു മെയിൻ്റനൻസോ ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഫൗണ്ടേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടലുകളോ അല്ലെങ്കിൽ താന്നു പോവുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള ഒരു പുതിയ ഒരു അറിവുമായി കാണുന്നതുവരെ ഏവർക്കും നമസ്കാരം.